ഇല്ല, ഞാൻ ഞാൻ രക്ഷപ്പെടില്ല. ഐശ്വര്യ അവളെനിക്ക് മോചനം തരില്ല. ഒരിക്കലും എനിക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. ഇനി എനിക്ക് അവളെ രക്ഷപ്പെടാൻ ഒരേ ഒരു മാർഗ്ഗേ ഉള്ളൂ. കൊല്ലുക, അവളെ കൊല്ലുക. എന്നിട്ട് ഞാൻ സമാധാനത്തോടെ ജയിലിൽ പോയി കിടക്കും. അമ്മേ, ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, ചെയ്യും. ഞാനത് ചെയ്തിരിക്കും. ഐശ്വര്യയെ പരസ്യമായിട്ട് ഞാൻ വെട്ടിക്കൊല്ലും. ഞാൻ ചെയ്തിരിക്കും. ശ്യാമേ, അരുണേണ്ട ഐശ്വര്യത്തെ കൊന്നിട്ട് ജയിലിൽ പോവല്ലേ? അത് തീരുമാനിച്ചു അല്ലേ? ക്ഷമേ, പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ? നിക്ക്. എന്നിട്ട് ഈ നിൽക്കുന്ന അരുണേണ്ട അഭി എന്താ ചെയ്യാൻ പോകുന്നത്? പറയ്. ഇത്രയും നാൾ ഈ ഒരാളെ മാത്രം ഓർത്ത് ജീവിതത്തിൽ ഒരുപാട് വേദനിച്ച അശ്വതി ചേച്ചി. എന്നിട്ട് ഇവരെ എന്താ ചെയ്യേണ്ടത്? അല്ല ഏട്ടൻ പറയ്. ഓക്കെ, അതെല്ലാം പോട്ടെ. ഈ കുഞ്ഞിനെ അരുണേന്റെ ശ്രീകുട്ടി എന്ത് ചെയ്യണം? അതും കൂടി അരുണേട്ട് ഞങ്ങൾക്കൊന്ന് പറഞ്ഞതാ കേക്കട്ടെ. ഇനി ഇവര് രണ്ടുപേരും ഇങ്ങനെ ജീവിതം വേദനിച്ച് തന്നെ കളയണോ അല്ലേ? ഒരിക്കലും ഇവർക്കൊരു സന്തോഷം വന്നൂടാ. അരുണേനെ സമ്മതിക്കില്ല അല്ലേ? ഏട്ടാ, എനിക്കറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കാം. അഖിൽ സാറും ഞാനും അമ്മയും ആദ്യേട്ടനും എല്ലാം കുറെ നാളായിട്ട് എന്തിനാ കഷ്ടപ്പെടുന്നേ? അരുണേട്ടനും അശ്വതി ചേച്ചിയും ശ്രീകുട്ടിയും ഒരുമിച്ച് സന്തോഷത്തോടെ കഴിയാനല്ലേ? ആ ഒരു കാര്യം എന്താ ഏട്ടൻ ഓർക്കാത്തെ? കോടതിയിൽ ഐശ്വര്യടുത്ത് കള്ളം പറഞ്ഞോട്ടെ, അത് പറയാതെ അവർക്ക് പറ്റില്ലല്ലോ. പക്ഷെ സത്യം അതെന്നായാലും മറന്നേക്ക് പുറത്തു വരും.